എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം തലേദിവസം ഒന്നും നമുക്ക് സമയം കിട്ടിയില്ല. ഇപ്പം ദോശയ്ക്കോ ഇഡലിക്കോ അല്ലെങ്കിൽ വേറെ അപ്പത്തിനോ ഒക്കെ മാവ് അരച്ചു വെക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. രാവിലെ നമുക്ക് ഉണ്ടാക്കാനേ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റും ഉണ്ട്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഇത് ഒരു ദോശയാണ്, ഇൻസ്റ്റന്റ് ദോശയാണ്. അപ്പം ഇതിന് നമുക്ക് കുറച്ച് അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ. അപ്പം അതിൻ്റെ പൊടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കുറച്ച് തേങ്ങയും ഉപ്പും ഒക്കെ ചേർത്ത് അല്പം ജീരകവും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇന്നലെ സമയം കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റ് ദോശയാണ്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല സൂപ്പറാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ ഇതിന് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. വരും. മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇത്. 1 കപ്പ് എടുക്കുന്നുണ്ട്. 1/2 കപ്പ് വീതം 2 പ്രാവശ്യം എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് തേങ്ങ 1/2 കപ്പ് തേങ്ങ ഞാൻ ഇടുന്നുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ചേർത്താണ് ഇത് അരയ്ക്കേണ്ടത്. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ ചേർത്ത് മതി. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മിക്സിയുടെ പുറത്തേക്കൊക്കെ ചാടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അരച്ചെടുക്കാം. അടുത്തതായിട്ട് പഞ്ചസാര. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ്. നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ, ഇപ്പോൾ ഒരുവിധം അരഞ്ഞിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് പകർത്താം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം, കാരണം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പാകമാണോ എന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് വെച്ചിട്ട് ദോശ പോലെ നല്ലപോലെ പരത്തി ഉണ്ടാക്കാം. ഒരു ദോശക്കല്ലോ നോൺ സ്റ്റിക്ക് പാനോ വെച്ച് കൊടുക്കുക അടുപ്പത്ത്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് ഹൈ ആയിട്ട് വെക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ മാവ് കോരി ഒഴിച്ച് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു ഇൻസ്റ്റൻറ്റ് ദോശയാണ്. ഒരുപാട് പരത്തുകയും വേണ്ട. ഒഴിച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. കണ്ട, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് ഒരു കുറച്ച് സമയം മതി, എടുത്തു മാറ്റാം. കണ്ടോ, നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പതുക്കെ പരത്തി കൊടുത്താൽ മതി. അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ദോശയ്ക്ക് പറ്റിയ ഒരു ചട്നി കൂടി അരച്ചെടുക്കണം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലാണ് അരയ്ക്കുന്നത്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരല്പം ജീരകം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
പിന്നെ ഇതിൽ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനിയും ചേർക്കാനുള്ളത് 2 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, പിന്നെ ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഒരുവിധം അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് അരയ്ക്കാം. ഒരുപാടാവണ്ട, കുറച്ച് വെള്ളം ചേർത്താൽ മതി. ചട്നി നമ്മൾ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചിട്ടാൽ മാത്രം മതി. നമ്മുടെ ചട്നി റെഡി. ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് താളിക്കാനുള്ള ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച്, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്, കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളൊരു ചെറിയ ഉള്ളി അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയിട്ട് നല്ലതുപോലെ മൂപ്പിച്ച് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു അത്രയും മാവ് കൊണ്ട്. ഇത് അധികം സമയമൊന്നും വേണ്ട. മാവ് പുളിക്കാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ഈ ഇൻസ്റ്റൻറ്റ് ദോശയും അതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ചട്നിയും കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.